വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയും 4 പേർക്ക് പുതുജീവിതമേകി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാവുകയും ചെയ്ത ആലിൻ ഷെറിന് വിട നൽകുകയാണ് കേരളം. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലിനെ സന്ദർശിച്ച ശേഷം അനുസ്മരണം അറിയിച്ചു. ജീവനുകളിലൂടെ നിലനിർത്തിയാണ് ഒരുപക്ഷെ ഭൗതിക ശരീരം മാത്രമെന്ന് തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ ലാപ്പിൽ മടിയിൽ ആണ് ഇനി ഈ കുഞ്ഞുമോൾക്കിടം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ് പകർന്നു നൽകേണ്ടത്. എനിക്ക് ഈ ഒരു വിടചൊല്ലിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ അച്ഛന്മാരുണ്ടാവും, എൻ്റെ ഭാര്യയെ പോലെ അമ്മമാരും ഉണ്ടാവും. ഈ ഒരു മുഹൂർത്തവുമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരച്ഛൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഓടിയെത്തിയിട്ടുള്ളത്. ഇന്ന് മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിലേക്ക് പാതി വഴി എത്തിയതാണ്. ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ശിവരാത്രിയുടെ ചടങ്ങുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇവിടെ എത്രയും വേഗം എത്തിച്ചേരാൻ അദ്ദേഹം നൽകിയ ഒരു നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെയും കൂടി അനുശോചനം, അലൻമോളിനി ദൈവമാണ്, ആ ദൈവത്തിൻ്റെ ആരാധക വൃന്ദത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ചേർക്കുന്നു എന്ന് മാത്രം അറിയിച്ചുകൊണ്ട്, ഇത് വലിയ സന്ദേശമാണ് നമ്മുടെ കൊച്ചു കേരളത്തിനും ഭാരതത്തിന്. ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഒരു ചരിത്ര രചന നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 1 or 2 മുഹൂർത്തങ്ങളിലാണ്. ഒരുപക്ഷെ ഡൽഹിയിലെ 6 വയസ്സ് പ്രായമായ ഒരു പെൺകുഞ്ഞും ഒഡീഷയിലെ 16 മാസം പ്രായമായ ജന്മേഷ് ലേങ്ക എന്ന് പറയുന്ന കുഞ്ഞു മോനുമാണ് ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യേക സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ കുഞ്ഞുമോളും നമ്മുടെയൊക്കെ കണ്ണുകളിലും മനസ്സിലും ഹൃദയത്തിലുമൊക്കെ നിത്യം വാഴണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറിനോടുള്ള നന്ദി. ആലിന് ആദരാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആലിൻ അങ്ങനെ നമ്മോടൊക്കെ വിട പറഞ്ഞ് പോവുകയാണ്. 4 കുരുന്നുകൾക്ക് പുതുജീവൻ നൽകിയ ആലിൻ നമ്മോടൊക്കെ വിട പറയുകയാണ്. നിരവധി ആളുകളാണ് ആലിനെ കാണാൻ ഇപ്പോൾ സെന്റ് തോമസ് പള്ളിയിലേക്ക്, നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകളുടെ ഒഴുക്ക് കുറഞ്ഞിട്ടില്ല. നിരവധി ആളുകൾ ഇപ്പോഴും ആലിനെ കാണാൻ, അവസാനമായ ഒരു നോക്ക് കാണാൻ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കൂടി നമുക്കത് വ്യക്തമാവുന്നുണ്ട്. 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവനേകിയാണ് ആ കുഞ്ഞു മാലാഖ നമ്മളെയൊക്കെ വിട്ട് പിരിയുന്നത്. ഒരുപക്ഷെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ചേക്കേറിയ, നമ്മുടെയൊക്കെ കുഞ്ഞായി മാറിയ ഒരു കുഞ്ഞാണ് ആലിൻ എന്ന് പറയുന്നത്. അത്രയധികം നന്മകളുള്ള ഒരു കുഞ്ഞായി മാറിയിരിക്കുന്നു ആലിൻ. നമ്മുടെ ഒക്കെ മനസ്സിൽ ചേക്കേറിയ ഒരു കുഞ്ഞായി മാറിയിരിക്കുന്നു ആലിൻ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ നൽകി. 10 മാസം കൊണ്ട് തന്നെ, 10 മാസത്തെ ജീവിതത്തിനിടയിൽ 4 പേർക്ക് പുതുജീവൻ നൽകിയാണ് ആ കുഞ്ഞു മാലാഖ ഈ ലോകത്തോട് തന്നെ വിട പറയുന്നത്. അവൾക്കുള്ള നന്ദിയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയൊരാൾക്കൂട്ടം. അവളെ കാണാനെത്തിയതാണ് അവരെല്ലാവരും. അവസാനമായി ആലിൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ആളുകളെയാണ് ഇപ്പോൾ നമ്മൾ അവിടെ കാണുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് ആലിൻ ചികിത്സയിലാകുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും ആലിനെ സംസ്കരിക്കുക. എല്ലാ ബഹുമതികളും നൽകിയായിരിക്കും നമ്മൾ ആലിന് വിട നൽകുന്നത്. വീട്ടിൽ പൊതുദർശനം ആരംഭിച്ച ശേഷം ഇപ്പോൾ നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിലാണ് പൊതുദർശനം പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ മാറിയിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു തീരുമാനമെടുത്ത അവളുടെ മാതാപിതാക്കളെ
അഭിനന്ദിക്കുകയല്ലാതെ മറ്റൊന്നും ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യാനാവില്ല. കാരണം ആ 4 കുഞ്ഞുങ്ങൾ, ജീവിതത്തോട് മല്ലടിച്ചു കഴിഞ്ഞിരുന്ന ആ 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ നൽകാൻ തീരുമാനിച്ച ആ മാതാപിതാക്കളുടെ നന്മ അതെന്നും എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അനുശ്രീ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പൊതുദർശനം ഈ പറഞ്ഞതുപോലെ ഇന്നേ കാലത്ത് ആശുപത്രിയിൽ പൊതുദർശനം ഉണ്ടായിരുന്നു, അതിനുശേഷം വീട്ടിലുണ്ടായിരുന്നു. ഇവിടെയും ഒക്കെ 100 കണക്കിന് ആളുകളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേട്ടറിഞ്ഞു വന്നവരാണ്. ഒരു അവസാന നിമിഷമെങ്കിലും ആലിനെ ഒരു നോക്ക് കാണാൻ, ഒരുപക്ഷെ ആദ്യമായി അവസാനമായി ആലിനെ പറ്റി അറിയുന്നവരും കേൾക്കുന്നവരും ഒക്കെ അക്കൂട്ടത്തിലുണ്ട്. അവസാനമായി ആലിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ചേർന്നിരിക്കുന്നവരാണ്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും ഈ പൊതുദർശനം അവസാനിച്ചിട്ടുള്ള ആളുകളുടെ നീണ്ട നിരയുണ്ട്. ഇവിടേക്കും വീട്ടിലേക്കും അതുപോലെ രാവിലെ ആശുപത്രിയിൽ പൊതുദർശനം എത്തിച്ചപ്പോൾ നമുക്ക് വലിയ ആൾക്കൂട്ടം തന്നെയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു വലിയ സന്ദേശവും കൂടിയാണ് ആലിൻ മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നമുക്ക് അതിശയപ്പെടാനില്ല. ഒരു പക്ഷേ ഈ ആൾക്കൂട്ടം ഉണ്ടായേക്കുന്നത് അതായത് 4:30 കൂടി സംസ്കാര ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം സുരേഷ് ഗോപി ഇവിടെയുണ്ട്, അതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെയുണ്ട്. ഇവർ രണ്ടുപേരും പള്ളിയിലെത്തി കുട്ടിക്ക് അന്തിമ ഉപചാരം അർപ്പിച്ചു. കുടുംബത്തിന് അവരുടെ മാനസികമായി പിന്തുണ ചെയ്യുന്നത് വലിയ സന്ദേശമാണ്. നമുക്കറിയാം പറയുമ്പോഴും പറഞ്ഞാൽ ഒരു പക്ഷേ തീരാത്ത തരത്തിൽ അത്രയും മഹത്തായ ഒരു